കാര്യങ്ങളൊക്കെ. സ്വതന്ത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്നും ഒരു കാര്യം പറയാം കേട്ടോ. നമ്മുടെ ജീവിക്കുന്ന ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം. ഇതൊരു ചെറിയ കളിയല്ല. നമ്മൾ ഇതിനെല്ലാം വില കൊടുക്കേണ്ട ഒരു നാള് വരുമെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. ഇതിനെല്ലാം വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ പറയുന്നത് ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്വതന്ത്രം. ഈ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ ജീവനോടെ ആരാധിക്കണം. ഹല്ലേലൂയ. സ്വതന്ത്രം. ഞാൻ ഇന്ന് ആ മേഖലകളിലോട്ട് കടക്കാം. എനിക്കറിയത്തില്ല, കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് എല്ലാവരോടും ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. ഒന്ന് നമുക്ക് വേഗത്തിൽ എടുക്കാം. സ്വതന്ത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം എഴുതാൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കും. 3-ാം വാക്യം. 2 ഏലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ നീ ചെന്ന്. സഹോദരി മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവഴുത്താണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലായിരിക്കുക. ഇനിയുള്ള നിമിഷങ്ങൾ ദൈവത്തിന്റെ അസാധാരണമായ ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി തുറന്നു തരുവാൻ ഇടയായി തീരുമെന്നുള്ള ബോധ്യത്തോടെ ഞാൻ ഈ ദൈവവചനത്തെ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു. പക്ഷെങ്കിൽ ഇപ്പൊ ജീവിച്ചു പോകാൻ വളരെ പ്രതിസന്ധി നിറഞ്ഞതായി ഒരു കാലഘട്ടം. കാരണം കടഭാരം ഭയങ്കരമായി ഏറിയൊരു കുടുംബം. സ്വന്തം കടക്കാര് തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ വന്ന് നിൽക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയത്തില്ല. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെയുള്ള നിന്നോട് കർത്താവ് പറയുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ സഹോദരി ആകെ പ്രതിസന്ധിയിലായിരുന്നപ്പം തന്റെ പ്രിയപ്പെട്ടവൻ വർക്ക് ചെയ്ത അല്ലെ ശിഷ്യനായിരുന്ന ഏലീശയുടെ ശിഷ്യനായിരുന്നു. പക്ഷെ ഈ സഹോദരി പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നിന്നും പ്രവാചകനായി ഏലീശയെ തേടി ഓടുക. എന്റെ ചെറിയ ചിന്ത വെച്ച് ഞാൻ പറയാമെങ്കിൽ ചെന്നത് ഈ ആഴ്ചത്തെ EMI വേണ്ടി ആയിരിക്കാൻ പോയെ, ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടി ആയിരിക്കാൻ പോയെ, അല്ലെ ഒരു താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാൻ പോയെ. പക്ഷെ അവിടെ ചെന്നപ്പം ഹല്ലേലൂയ ഇവള് പ്രതീക്ഷിച്ചതൊന്നും അവിടെ കിട്ടിയില്ല. ഇന്ന് ഞാൻ പറയാം, നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും അല്ല നിന്റെ ജീവിതത്തെ ദൈവം സെറ്റ് ചെയ്ത് വച്ചേക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ നിന്റെ സ്വപ്നമല്ല നിന്നിൽ വെളിപ്പെടാൻ പോകുന്നത്. ഒന്നും കൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത് പോലൊരു സ്വപ്നമല്ല നിന്റെ ജീവിതവും നിന്റെ തലമുറയും. സ്വതന്ത്രം. ഇവിടെ നോക്കിക്കേ, ഓടി ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളെ ഒന്ന് നിലനിർത്താൻ. ഹല്ലേലൂയ. അന്ന് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹല്ലേലൂയ ജപ്തി ചെയ്യുക. അന്ന് ജപ്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വീട്ടു സാധനങ്ങൾ ജപ്തി ചെയ്യും. അന്നേ കാലഘട്ടത്തിലെ ജപ്തി എന്ന് പറഞ്ഞാൽ തലമുറയെ കൊണ്ടു അടിമവേല ചെയ്യിക്കുക. ഒരമ്മയ്ക്കും ഹല്ലേലൂയ സ്വന്തം മക്കൾ അടിമയായി പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരു നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ ഈ മാതാവ് എങ്ങോട്ട് പോവുകയാ? ഏലീശയുടെ അടുത്ത് പോവുക. ഏലീശയുടെ അടുത്ത് ചെന്ന് കാര്യം അവതരിപ്പിച്ചപ്പം ഏലീശ പറയുക, ഏലീശ അവളോട് ഞാൻ നിനക്ക് ഹല്ലേലൂയ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ നിങ്ങളുടെ പാസ്റ്ററോട് ഞാനൊരു വലിയ ബാധ്യതയായി നിന്നുകൊണ്ട് തന്നോടൊരു കാര്യം ചോദിക്കുമ്പോ ഹല്ലേലൂയ ചില ഓപ്ഷൻസ് അവിടെ ഉണ്ടല്ലേ. ഒന്ന് കടം മാറണം,
രണ്ട്, പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നവരോടൊരു സമാധാനം പറയണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഈ കർത്താവിന്റെ ദാസൻ ഈ ദാസിയോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്നിട്ട് അടുത്ത പദം കാണുകയാണ്, പറയുക അടുത്തത്, വീട്ടിൽ എന്തുള്ളൂ. അടുത്ത പദമാണ്, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഇന്നത്തെ പ്രവാചകന്മാരോടുള്ളത് പറയാൻ പറ്റുമോ? പറഞ്ഞ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, പറഞ്ഞിട്ട് പെട്ടവരും ഇരിപ്പുണ്ട്. അറിയിച്ചല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലമാണോ? സ്വത്രം, ഹല്ലേലൂയ. പക്ഷേ ഉണ്ടല്ലോ, ഈ സഹോദരി ഉള്ളത് പറഞ്ഞു, ഒരു ഭരണി എണ്ണ അല്ലാതെ എന്റെ കൈ വേറൊന്നുമില്ല. ഇന്ന് ഞാൻ പറയാം, പാസ്റ്ററോട് പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി നീ ഉള്ളത് ദൈവസന്നിധി സമ്മതിക്കും. നിന്റെ അഭിഷക്തനോട് നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് രാത്രി നീ ദൈവത്തോട് പറ, അപ്പ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്ന് രാത്രി എത്ര പേർക്ക്? എന്നോട് കർത്താവ് പറഞ്ഞൊരു പദം ഞാൻ പറയാം. ഇന്ന് ഈ മീറ്റിങ്ങിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചില കുടുംബങ്ങളുടെ സ്ഥിതി മാറാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. ചില കുടുംബങ്ങളുടെ സ്ഥിതി മാറാൻ പോവാ. എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ ആ മേഖലയിൽ ആത്മീക മേഖലകൾക്കകത്തും ഭൗമിക മേഖലകൾക്കകത്തും ശാരീരിക മേഖലകൾക്കകത്തും മാനസിക മേഖലകൾക്കകത്തും ഒരുപോലെ എന്നോട് കർത്താവ് പറഞ്ഞൊരു പദം, നിങ്ങളുടെ മേൽ അങ്ങനെ ആയിരിക്കുന്ന ചേട്ടൻ മേൽ ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി നടക്കാൻ പോവാ. പ്രാർത്ഥിച്ചിരുന്നോണം, കർത്താവ് അത് ചെയ്യും. പ്രാർത്ഥിച്ചിരുന്നോണം, കർത്താവ് ചെയ്യും. ഇവിടെ നമ്മൾ കാണുകയാണ്, നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് പറയുക. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് രാത്രി ഉള്ളത് പറയാൻ നിങ്ങൾ റെഡിയാകുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അടുത്തൊരു പദത്തിലോട്ട് ഞാൻ പോവാം, അടുത്തൊരു ചിന്തകളിലോട്ട് പോവാം. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഉടനെ കർത്താവിന്റെ ദാസനായ എലീശ പറയുകയാണ്, നീ ചെന്ന് അയൽക്കാരോട് എന്ത് ചെയ്യണം? വെറും പാത്രം വാങ്ങിക്കണം. അയൽക്കാരോട് എന്നാ പാത്രം വാങ്ങിക്കണ്ടേ? വെറും പാത്രം. ഹല്ലേലൂയ. ഇത്രയും നാള് വല്ലതും തരണേന്നൊക്കെയാ ചോദിച്ചേ. എന്തെങ്കിലും തന്നാ കൊള്ളാന്നൊക്കെയാ പലരുടെ മുമ്പിൽ കൈ എന്തി. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഗ്രേസി വിൽസൺ ആന്റിയോട് അല്ലെ സഹോദരിയോട് ചോദിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അമ്മേ, ഹല്ലേലൂയ. ഈ 1-2 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെയും ചോദിക്കുമ്പം എന്നാ ചെയ്യും? അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടായി തീരും. ഈ ബുദ്ധിമുട്ടായി തീരുന്ന നമ്മള് കുറെ കാലം ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് പൊക്കോണ്ടിരിക്കുമ്പം ആ സഹോദരിയോട് പോയി ഞാൻ ചോദിക്കുക, വെറും പാത്രം വേണം. എന്നാ പാത്രം? വെറും പാത്രം. ഹല്ലേലൂയ. ഇതുവരെ ഇങ്ങനെ ഒരു ശീലം അവിടെ ആരും പുലർത്തിയിട്ടില്ല. വെറും പാത്രം. ഹല്ലേലൂയ. നീ വെറും പാത്രം വാങ്ങിക്കണം. എവിടെ പോയിട്ടാ? അയൽവക്കക്കാരുടെ കയ്യിൽ പോയിട്ട് ചില വെറും പാത്രം വാങ്ങിക്കണം. എന്തിനാന്നറിയാവോ? നീ ആ ദേശത്തല്ലേ നിന്ദിക്കപ്പെട്ടെ? ആ ദേശത്തല്ലേ നിന്റെ തലമുറയെ പൈശാചികതല അപമാനിക്കാൻ നോക്കിയേ? ആ ദേശത്തല്ലേ നിന്റെ തലമുറയെ ഹല്ലേലൂയ അടിമയാക്കാൻ നോക്കിയേ? പക്ഷെ ആ ദേശത്ത് നീ ആരാന്ന് വെളിപ്പെടണമെങ്കിൽ നീ ഇപ്പോൾ ചില പ്രവൃത്തി ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചില പ്രവൃത്തി നീ ചെയ്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഒരു ദൈവ പദ്ധതി നിനക്ക് വേണ്ടി തുറന്നു വരത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടേ ഒന്ന് സ്വത്രം പറ. ഹല്ലേലൂയ. അങ്ങനെ സ്വത്രം, ഈ സഹോദരി പല വീടുകൾ കയറി ഇറങ്ങി. എന്താ വെച്ചാൽ പൈസ കടം ചോദിക്കുമ്പോഴാണ് ഉണ്ടോ ഇല്ലെന്ന് പറയാം. ഇത് പാത്രം ചോദിക്കുമ്പോൾ പാത്രം കൊടുത്തു. പക്ഷെ കൊടുത്തവന് വിഷയമുണ്ട് കേട്ടോ. പാത്രം കൊടുത്തവർക്ക് ഇത് എന്തിനാന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇത് എന്തിനാന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ. ഇന്ന് ഞാൻ പറയാം, ആ മേഖലയിൽ നിന്നെ തകർന്ന നിന്റെ ദേശം ആകാംക്ഷയോടെ നോക്കുന്ന നാള് വെളിപ്പെടാൻ പോവാ.
നീ ഈ പ്രമാണം അനുസരിക്കുന്നെങ്കിൽ, ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ, നീ തകരുമെന്ന് പറഞ്ഞ ദേശം, നീ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ദേശം, നീയും നിന്റെ തലമുറയും നശിക്കുമെന്ന് പറഞ്ഞ ദേശം, ആ മേഖലയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വിരൽ ചൂണ്ടുകയാണ്. ഈ ദേശത്ത് ഹല്ലേലൂയ ആമേ നിന്നെ ഉറ്റുനോക്കുന്ന നിന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിന്റെ ശൂന്യതയെ വലിച്ചുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ അതിന് മുമ്പിൽ ആമേൻ എന്ന് പറയും? ലേഖതരി ഖഡ്ഗമന അതുരി ഘടക ഹൃദയനിയന്തര ജഗലവൈഡ രംധുരി അടകമനിയന്തര. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകേ ഈ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പാത്രം കൊണ്ടുപോകുമ്പോ പാത്രം കൊടുത്തവർക്ക് ഒരു ആകാംക്ഷ, എന്തിനായിരിക്കും? ഓ, എന്തിനായിരിക്കും? ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മ പറയുക, നിന്റെ വീട്ടിലേക്ക് നിന്റെ ദേശം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവാ. അമേൻ. നിന്റെ വീട്ടിലേക്ക് ദേശം ഉറ്റുനോക്കുന്ന, നാട്ടുകാർ ഉറ്റുനോക്കുന്ന, ഇതുവരെ ഉറ്റുനോക്കിയത് നിന്റെ തലമുറയെ അടിമയാക്കി പിടിച്ചുകൊണ്ട് പോകാൻ കാത്തിരുന്ന ഒരു വലിയ കൂട്ടം നിന്റെ ദേശത്തുണ്ട്. പക്ഷെ വീണ്ടും ഇതാ, അത് മാത്രമല്ല, വേറൊരു ദിശയിലേക്ക് ജനത്തിന്റെ കണ്ണുകൾ നിന്റെ വീടിലേക്ക് പതിക്കുകയാ, നിന്റെ വീടിലേക്ക് പതിക്കുകയാ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുകയെ, പാത്രങ്ങളെല്ലാം വീടിന്റെ അകത്തോട്ട് കയറ്റി, പാത്രമെല്ലാം വീടിനകത്ത് കയറ്റി. എന്നിട്ട് ഈ എല്ലാ ഇപ്പം ഹല്ലേലൂയ ഗ്രേസി സിസ്റ്റർ വീട്ടിലെ പാത്രം വാങ്ങിച്ചു, വേണുവങ്ങളുടെ അവിടുത്തെ പാത്രം വാങ്ങിച്ചു. സ്വത്രം. ഇപ്പൊ വേണുവങ്ങൾ വിളിച്ചു ചോദിച്ചു ഗ്രേസി സിസ്റ്ററോട്, ജേക്കബ് നിങ്ങളുടെ പാത്രം വാങ്ങിച്ചോ? ഞങ്ങളോട് വാങ്ങിച്ചു. അപ്പൊ ഗ്രേസി സിസ്റ്റർ ചോദിക്കും വേണുവങ്ങളോട്, നിങ്ങളുടെ പാത്രം വാങ്ങിച്ചോ? ഞങ്ങളുടെ പാത്രവും വാങ്ങിച്ചു. സ്വത്രം. അപ്പൊ ഇവർക്കെല്ലാം ഒരു ആകാംക്ഷയാ, ഇപ്പൊ ഇവിടെ എന്നാ നടക്കാൻ പോകുന്നേ? മുറ്റത്താണ് കടക്കാര് നിൽക്കുക. സ്വത്രം. ഹല്ലേലൂയ. മുറ്റത്ത് കടക്കാര് നിൽക്കുക. ഇവിടെ ഇനി എന്നാ നടക്കാൻ പോകുന്നേ? സ്വത്രം. ഹല്ലേലൂയ. എല്ലാവരും ആകാംക്ഷഭരിതരാകുക. ഇന്ന് ഞാൻ പറയാം, നീ നിന്റെ ദേശത്ത് ദൈവം ഒരു അത്ഭുതമാക്കാൻ പോവാ. ഇത് നീ വെറുതെ ചുമന്നതല്ല, നീ വെറുതെ അല്ല എന്റെ നാമം ധരിച്ചത്. ഇത് ധരിച്ചതിന്റെ പിൻപിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ ലൈഫാ പറയുന്നത് കേട്ടോ, എന്റെ അനുഭവ പറയുന്നത്. ഞാൻ എന്റെ അനുഭവ പ്രസംഗിക്കുന്നു. സ്വത്രം, സ്വത്രം. ഞാൻ സാക്ഷിയായിട്ട് പറയാൻ പോയ ഒത്തിരി സമയമാവും. ഹല്ലേലൂയ. തകർക്കപ്പെട്ട ഞങ്ങളെ, ആർക്കും വേണ്ടാതിരുന്ന ഞങ്ങളെ, ദേശം ഉറ്റുനോക്കിയ ഞങ്ങളെ ഇന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി വെക്കുന്നതിന്റെ പിൻപിൽ ഇത് ചുമന്നതാ, ഇത് ചുമന്നതാ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതിനെ അന്തസ്സോടെ ചുമക്കാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി പറയാം, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. അപ്പൊ നാട് ചുറ്റുപാട് മുഴുവൻ ഈ വീടിനെ നോക്കുക. ഈ പാത്രം വാങ്ങിക്കാൻ വന്നപ്പോ ഈ സഹോദരിമാരുടെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, മുഖം രണ്ടിരട്ടി കാണും. അതിന് നമ്മുടെ മലയാളത്തിൽ പറയും കുത്തി വീർത്ത മുഖം. സഹോദരിമാരിതിനകത്ത് കുറച്ചു പേരേ ഉള്ളൂ. ചെറിയ സഹോദരന്മാർ അങ്ങനെയല്ല. തല പോകുന്ന പ്രചരണം വന്നാലും മുഖഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കഴിവത് പിടിച്ചു നിൽക്കും. പക്ഷെ സഹോദരിമാരങ്ങനെ ചെറിയ വിഷയം വന്നാൽ മതി. ഇപ്പൊ ഞങ്ങളെ സഭയെ ശുശ്രൂഷിക്കുന്നവരായതുകൊണ്ട് വേദി നിൽക്കുമ്പോ എന്നും കാണുന്ന മുഖം അല്ലെങ്കിൽ ചില മുഖം കാണുമ്പോൾ അറിയാം എന്തോ പ്രോബ്ലം ഉണ്ട്. പക്ഷെ അച്ചായമാരെ കണ്ട് അങ്ങനെ പെട്ടെന്ന് തോന്നുന്നില്ല. സ്വന്തം ഈ സഹോദരിമാരുടെ വിഷയം അങ്ങനെ. അതുപോലെ തന്നെ ഞാൻ 16 വർഷം ഈ സഹോദരിമാരെ ജോലി ചെയ്യിച്ച ആളാ. അതുകൊണ്ട് ഈ സഹോദരിമാരുടെ ശാസ്ത്രം ഏകദേശം നല്ലപോലെ എനിക്കറിയാം. അതെന്നെ ഭാഷ അങ്ങനെ നിങ്ങൾ പറയുന്നു. സ്വത്രം. ഒരു 5 സഹോദരിമാരുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് മാറി രണ്ടുപേരുടെ കുറ്റം പറയും,
ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ആ ഉള്ള കാര്യം ഇപ്പുറത്തോട്ട് പറയും. സ്വന്തം നിങ്ങളെ കാര്യമല്ല കേട്ടോ, സഹോദരിമാരുടെ കാര്യം. ഇതല്ലോ അഭിഷേകവും ദൈവകൃപയും ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ വലിയ മുഖഭാവമൊക്കെ ഭയങ്കര മാറ്റാ. പക്ഷെ ഈ വേദനയോടെ ഇവരെ അടച്ച് കുഞ്ഞുങ്ങളുമായി അകത്ത് കടന്നു. ഇവരുടെ കയ്യിലുള്ള എണ്ണ, പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പകരണം? കൊണ്ടുവന്ന പാത്രങ്ങളിലേക്ക് പകരണം. ഉള്ളത് ഒരു ഭരണി എണ്ണ, വന്നിരിക്കുന്നത് അനേക ഭരണി. സ്വതന്ത്രം പറഞ്ഞു അമേ കല്ലില്. ഉള്ളത് ഒരു ഭരണി, വന്നിരിക്കുന്നത് അനേക ഭരണി. ഈ ഒരു ഭരണിയിലെ എണ്ണ ഒഴിക്കും തോറും പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. സ്വതന്ത്രം ചെയ്ത് പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാത്രം തീർന്നപ്പോ എണ്ണ തീർന്നു. ഇന്ന് രാത്രി പറയാം, പാത്രം തീർന്നാൽ എണ്ണ തീരും. ഇനി അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. പാത്രം ദേശക്കാരുടെ ആണെങ്കിൽ എണ്ണ നിന്റെയാ. നന്ദിയോടെ സ്വതന്ത്രം പറ. പാത്രം അയലോക്കാരുടെയാ, പാത്രം അപ്പുറത്ത് അമ്മാമ്മയുടെയാ, പക്ഷെ എണ്ണ നിന്റെയാ. ഇന്ന് രാത്രി പറയാം, നിറച്ചത് നിന്റെ വീടിന്റെ അകത്താ, പാത്രം അവരുടെയാ. ഇന്നലെ വരെ നിന്റെ വീടിനെ നോക്കി ശാപമിട്ടവർ, ഇത് ശപിക്കപ്പെട്ടതാന്ന് പറഞ്ഞവർ, ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞവർ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞൊരു പദം ഞാൻ പറയാം കേട്ടോ. ഓ, ആ പ്രവാചകന്റെ കൂടെ കുറെ നാൾ നടന്നിട്ട് അവളെ കെട്ടിയ കടം ഉണ്ടാക്കി. ഹല്ലേലൂയ. അതിന് നല്ലപോലെ കൂലിപ്പണിക്ക് പോവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അപമാനിച്ച് കിടത്ത് ഈ വീട് ഇന്ന് ദേശം ഉറ്റുനോക്കാൻ പോവാ. ഇന്ന് രാത്രി പരിശുദ്ധം പറഞ്ഞ് തകർന്ന നിന്റെ വീടിനെ ദേശം ഉറ്റുനോക്കും. തകർന്ന നിന്റെ വീടിനെ ദേശം ഉറ്റുനോക്കുമാറ് ഒരു നിറവ് നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. ഇപ്പൊ വീടിന്റെ അകത്ത് നിറഞ്ഞു എന്നായിരിക്കുക, ഇതുള്ള എണ്ണ ഇരിക്കുക. അമ്മാമ്മ വീടിന്റെ അകത്തോട്ട് കയറിയപ്പോ മുഖഭാവമൊക്കെ ഭയങ്കര വിരൂപമായിരുന്നു. ഇപ്പം പല കട്ടനില്ലേ ചില വീടുകൾക്കകത്തെ കട്ട മുഴുവൻ ഇങ്ങനെ മാറ്റി നിന്റെ വീട്ടിലോട്ട് നോക്കിയിരിക്കുക, ഇവിടെ എന്ത് നടക്കുമെന്നറിയാൻ. പക്ഷെ അമ്മാമ്മ ഡോർ ഓപ്പൺ ചെയ്തപ്പോ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു പ്രസന്നതയുള്ള മുഖമായിട്ട്, ഓ അല്ലെങ്കിൽ ഈ അമ്മാമ്മ ഡോറ് തുറന്ന് പുറത്തിറങ്ങുക. ഇന്ന് രാത്രി പറയാം, അമ്മേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണാൻ കഴിയാതെ പോയിരുന്ന ചിലത് കാണുന്ന തലത്തിൽ ദൈവത്തിന് ചില പദ്ധതികൾ നീ കരഞ്ഞ് നിലവിളിച്ച നിന്റെ വീടിന്റെ അകത്ത്, ഹല്ലേലൂയ, നീ തകർന്ന നിന്റെ വീടിന്റെ അകത്ത്, ഹല്ലേലൂയ, എന്നെ വിടുവിക്കുവാൻ ആരുമില്ലേ എന്ന് പറഞ്ഞ നിന്റെ വീടിന്റെ അകത്ത്, ആമേൻ, നീ ഒരു അത്ഭുതം കാണുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് അതിനെ ആമേൻ എന്ന് പറയാൻ കഴിയും? ശാലാദികൾ മാർത്തേനിയന്തരാധര. അമേൻ. നീ ഒരു അത്ഭുതമായി പരിശുദ്ധാത്മാവ് മാറ്റും. ഇനി അടുത്തൊരു പദം ഞാൻ ചോദിക്കട്ടെ. ഇനി എന്നാ ചെയ്യണ്ടേ? ഇനി നമ്മളാണ് എന്നാ ചെയ്യും? ഇപ്പം എണ്ണയായി, അമ്മ വീട് നിറച്ചു, ഇപ്പൊ വീടിന്റെ അകത്തെ പാത്രം മുഴുവൻ എണ്ണയായി. ഇനി നമ്മൾ അടുത്തതാണ്, നിങ്ങളാണ് എന്നാ ചെയ്യും? പറ. നിങ്ങളാണ് എന്റെ പൊന്ന ആന്റി, പൊന്ന അച്ഛ, നിങ്ങളാണ് എന്നാ ചെയ്യും? ഞാൻ ഞങ്ങളുടെ സഭയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഓൺലൈനിൽ ചോദിച്ചും പറഞ്ഞു, അമ്മ അത് വിറ്റ് കടക്കാർക്ക് കൊടുക്കുന്നു. ഇതാ നമ്മള് കാര്യം കാണുന്നോടം വരെ ഉപദേശി, കാര്യം കാണുന്നോടം വരെ പള്ളി. ദൈവം ഒരു അത്ഭുതം ചെയ്തവന്ന് സാക്ഷി പോലും പറയുകയില്ല. പിന്നെ അവര് പോയടത്ത് ഒരു പുല്ല് പോലും കിളുക്കത്തില്ല. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഇത്രയും അനുഗ്രഹം വീടിന്റെ അകത്ത് വന്നു കഴിയുമ്പോ പിന്നെ ദൈവവും കൂട്ടായ്മയും വേണോ വേണ്ടയോ? ആരും മിണ്ടുന്നില്ലല്ലോ. അനുഗ്രഹം വരുന്നോടം വരെ കൂട്ടായ്മ. ഇത് ചർച്ച് മീറ്റിംഗ് അല്ലേ ഭാഷ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പോകുന്നത്. ഇത് ചർച്ച് മീറ്റിംഗ് അല്ലേ?
അനുഗ്രഹം വരുന്നോടം വരെ കൂട്ടായ്മ, ജോലി കിട്ടുന്നോടം വരെ കൂട്ടായ്മ, ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നോടം വരെ കൂട്ടായ്മ, കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നോടം വരെ കൂട്ടായ്മ. അയ്യോ, അമ്മാമ്മ അതുവരെ ഒരു ഉപവാസം മുടക്കുകയല്ലായിരുന്നു. അമ്മാമ്മ അതുവരെ ഒരു ഉപവാസം മുടക്കുകയല്ലായിരുന്നു. പലപ്പോഴും ഞാൻ ഒരു ഉപദേശിയാണ്. പലപ്പോഴും ഞാൻ പലർക്കും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ ഓൾറെഡി ദുഃഖിച്ചിട്ടുണ്ട്. പലർക്കും ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദുഃഖിച്ചിട്ടുണ്ടെന്ന്. കാരണം എന്നാന്നറിയോ? നിങ്ങൾ സമ്പത്ത് തരാത്തൊന്നും അല്ല ഞങ്ങളുടെ ഇവിടെ വിഷയം. നിങ്ങൾ ചെക്ക് തരാത്തതല്ല ഇവിടുത്തെ വിഷയം. പൈസലോ, നിങ്ങൾ കൂട്ടായ്മ മിസ് ചെയ്യുന്നു, നിങ്ങൾ ബിസിയാകുന്നു, നിങ്ങൾ ദൈവത്തെ മറക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അങ്ങനെയുള്ള ആരൊക്കെയോ എന്നല്ല, ഒത്തിരി എണ്ണ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് 2 പ്രവചനമൊക്കെ കേൾക്കുകയാണെങ്കിൽ അമ്മ ചാടി പുറത്തു വരും. വേണേ 2 ദൂതൊക്കെ അടിച്ചാൽ ഇപ്പൊ ആൾക്കാരെ പുറത്തു കൊണ്ടുവരുന്ന അറിയാം. നമ്മൾ ഈ 6 വർഷമായി ഈ ഓൺലൈൻ പരിപാടിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്ക് തോന്നി ഗ്രേസി വിൽസൺ എന്ന് പറയുന്ന സഹോദരി ഇന്ന് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ പോലെ തോന്നുന്നു. കർത്താവ് സഹായിക്കട്ടെ. റിമന ഹദൽ കമനിയ അർക്കമന ഘടക നോയികെ അമ്മേ. ഹല്ലേലൂയ. ഈ കാര്യം നടക്കുന്നോടം വരെ സഭ. ഹല്ലേലൂയ. അതുകൂടെ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, പാലം കടക്കുവോളം. പാലം കടന്നു കഴിഞ്ഞ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാ മതി. സ്വത്രം. നിങ്ങൾ ഈ അമ്മാമ്മയെ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ അമ്മാമ എന്നാന്നറിയോ? വീടിന്റെ അകത്ത് അനുഗ്രഹത്തിന്റെ ഒരു വലിയ കലവറ തുറന്നിട്ടിട്ട് ഓടിപ്പോവാ പ്രവാചകന്റെ അടുത്ത്. എന്നാ ചെയ്യണമെന്ന് ചോദിക്കുക. ഇന്നത്തെ പ്രവാചകന്മാരുടെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ഞങ്ങൾ അങ്ങനൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ദൈവദാസനും ഞാനും ഒന്നും അങ്ങനെയല്ല. വേണുങ്ങളിലൊക്കെ അറിയാം. സ്വത്രം. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എനിക്ക് ആ ദൈവദാസനെ വിവേചിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സ്വത്രം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അമേൻ. 20,000 രൂപ സാലറി ഉള്ളപ്പം ഇത്ര രൂപ സാലറി ഉണ്ടെന്ന് പറയുമായിരുന്നു വെച്ചാ. 50,000 രൂപ ഉള്ളപ്പോഴും പറയായിരുന്നു. അപ്പോഴും പാസ്റ്ററെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ലൊരു സാലറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പൊ ലാക്സിന് മുകളിലോട്ട് പോയി. ഇപ്പൊ പാസ്റ്റർ അവര് പറയുമോ പാസ്റ്ററെ? ലക്ഷങ്ങൾക്ക് മുകളിലോട്ട് പോയി. ഇപ്പൊ വലിയ സംഭവമായി മാറി. ഇപ്പൊ ഇന്റർനാഷണൽ പ്രവാചകന്മാരെ വിളിച്ച പ്രാർത്ഥിക്കുന്നത്, അവർക്കാ കൊടുക്കുന്നത്. ഇന്ന് ഞാൻ വേറെ ആരോടും അല്ല, ഇതിന്റെ അകത്തുള്ളവരോടാ പറയുന്നത്. ഇതിന്റെ അകത്ത് ചെവിയുള്ളവൻ കേക്കട്ടെ, എന്നിട്ട് മാനസാന്തരപ്പെടട്ടെ. ഇനി ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എനിക്ക് സ്വന്തമായ സമയമുണ്ട്. എനിക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ ഒരിക്കലും അതിനൊരു ബിസിനസ് ആയി കാണാത്തൊരു വ്യക്തിയാണ്. എന്തിനാന്നറിയോ? എന്റെ കൂടെ വരുന്ന എന്റെ സഭയിലുള്ളതല്ല ഓൺലൈനിൽ വരുന്നത്. പല സഭകൾക്കകത്തുനിന്ന് വരുന്നവരാ. അവർക്കൊരു ഇടയനുണ്ട്, അവർക്കൊരു നേതൃത്വമുണ്ട്. അവര് സമയം കിട്ടുമ്പോ നമ്മുടെ ലിങ്കിൽ കയറുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവരോട് സ്വത്രാജ്യം വാങ്ങിക്കാൻ ഞാൻ ആരാ? നീ കൊടുക്കാൻ നീ ആരാ? സ്വത്രം. ഇതിനുവേണ്ടി കുറെ മലയാളികൾ ഇങ്ങനെ തമ്മിൽ തോർത്തു വിട്ടിരിക്കുക. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ ദൈവദാസനെ, ഇന്ന് വഷളാക്കുന്നത് മുഴുവൻ ഈ യൂറോപ്പ് കൺട്രിക്കാരും ഈ ഗൾഫ് കൺട്രിക്കാരുമാ. ഇവിടത്തെ എല്ലാ പ്രവാചകന്മാരെയും അഭിഷക്തന്മാരെയും കളയുന്നത് ഇവരാ. നിങ്ങളൊന്ന് നന്നായാലുണ്ടല്ലോ മലയാളി സമൂഹം നന്നാവും. വിഷയം എന്താ? ഇവർക്ക് ദൂത് കേൾക്കണം, ആലോചന കേൾക്കണം.
ഞാനൊരു കാര്യം പറയാം, ദൈവഹിതം എന്നാ നിന്ന് രാത്രി നിങ്ങളെ പഠിപ്പിക്കും. എന്റെ പൊന്നെ, എനിക്ക് നിങ്ങൾ ഒന്നും തന്നില്ല, ഇനി വിളിച്ചില്ല, എനിക്കൊന്നുമില്ല, ഗുണം പിടിച്ചാൽ മതി, അതേ ഉള്ളൂ. ഈ ദൈവഹിതം അറിയാൻ എന്നാ ചെയ്യണമെന്നറിയോ? ദൈവഹിതം അറിയാൻ ഇതിൻ്റെ അകത്തൊരു ഷൈജു കുമാർ എന്ന് പറഞ്ഞ ഞങ്ങളിരിക്കും. ഈ ദൈവഹിതം അറിയാൻ എന്നാ ചെയ്യണം? ഞാനൊരു സിമ്പിൾ വേ പറയട്ടെ. ഇതിന്റെ അകത്ത് ആരൊക്കെ വിവാഹം കഴിച്ചു, ആരൊക്കെ വിവാഹം കഴിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സജുകുമാർ അങ്കിള് അച്ഛൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒന്ന് കൈപൊക്കിക്ക്. ആ, വിവാഹം കഴിച്ചാൽ അച്ഛാ, വിവാഹം കഴിക്കുന്ന മുമ്പ് നിങ്ങളുടെ കൂട്ടുദാസിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ എങ്ങനെയും ആട്ടെ, അന്ന് കണ്ടു കാണാൻ സാധ്യതയില്ല. ഒരു പക്ഷെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. പക്ഷെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ പുള്ളിക്കാരുടെ ആഗ്രഹം എന്നാന്ന് സഹിച്ചാൻ അറിയാം. സഹിച്ചാന്റെ ആഗ്രഹം ആ സഹോദരിയോട് ചോദിച്ചാൽ അറിയാം ഏതാ ഭക്ഷണം, ആ സഹിച്ചാന്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം ഏതാന്ന് ചോദിച്ചാ അല്ലെങ്കിൽ ആ സഹോദരി പറയും ഇന്ന ഭക്ഷണം എന്റെ അച്ഛന് ഇഷ്ടം. ഏത് കളർ വസ്ത്രമായിട്ട് ഇഷ്ടം ചോദിച്ചാൽ ഇന്ന വസ്ത്രമാണെന്ന് പറയും. ഹല്ലേലൂയ. ഏത് വാഹനമാണ് ഇഷ്ടം ചോദിച്ചാൽ ഇന്ന വാഹനമാണ് ഞങ്ങളുടെ അച്ഛന് ഇഷ്ടം എന്ന് പറയും. ആ കാരണം എന്നാന്നറിയാവോ? കൂടെ ജീവിച്ചത് കൊണ്ടാ. എന്നാ ചെയ്തുകൊണ്ടാ പറഞ്ഞ? കൂടെ ജീവിച്ചത് കൊണ്ടാ. എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചാൽ മതി, ദൈവഹിതം അറിയാം. ഒരു സ്തോത്രവും ഇല്ല, കണ്ടോണേ. ദൈവഹിതം അറിയാം. ഇതിൽ കൂടുതൽ ഒരു വേറെ ഒന്നുമല്ല. ഈ കൂടെ ജീവിച്ചാൽ മതി. ഈ കൂടെ ജീവിക്കാതെ അവിടെ ഇവിടെയും പോയി കിടന്നിട്ട് ഞായറാഴ്ച മാത്രം കൈയടിക്കാൻ വരും, വെള്ളിയാഴ്ച മാത്രം. എന്നിട്ട് കണ്ട വഴിക്കൊക്കെ പോയിട്ട് ദൈവമായിട്ടൊരു ബന്ധമില്ല, കൂട്ടായ്മയായിട്ടൊരു ബന്ധമില്ല. എന്നിട്ട് വിളിയോട് വിളിയാ പ്രവാചകന്മാര്. എന്നിട്ട് ഇന്റർനാഷണൽ ദൂത് കേൾക്കും. 15 വർഷമായില്ല കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്തേലും പ്രാപിച്ചോ? ഈ കേട്ടത് എന്തേലും നടന്നോ? എന്നാ നടക്കാതെന്നറിയോ? നിനക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് നിന്റെ ഇടയനാ. നിന്റെ ഇടയൻ വില കൊടുക്കുന്നത് പോലെ എല്ലാവരും ഒരു പദം പറയും കേട്ടോ, പ്രാർത്ഥിച്ചോളാവേ. ആര്? ഇനി ഇടയനും പ്രവാചകനും നമ്മൾ വ്യത്യാസം പറയട്ടെ. ഇടയനും പ്രവാചകനും നമ്മൾ വ്യത്യാസം. പക്ഷേ ഈ ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ദൂത് പറഞ്ഞിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടോ വേദപുസ്തകത്തിൽ? പക്ഷേ ഒരു നിനവെ പട്ടണത്തോട് പറഞ്ഞു ഉന്മൂലനാശം ആകുന്നു. എന്നിട്ട് അത് കാണാൻ വേണ്ടി ആവണക്കിന് ചോദിച്ചിരിക്കുക ആര്? പ്രവാചകന്റെ ക്വാളിറ്റി മനസ്സിലായേ? നല്ലത് പറഞ്ഞാൽ അത് കാണാൻ ഒരു പ്രവാചകൻ നിൽക്കത്തില്ല. ഞാൻ പ്രവചിക്കുന്ന ആളാ കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവളും പ്രവാചകിയ. സ്വത്രം. അല്ലാതെ ഈ പുള്ളി വന്ന് പ്രവചനങ്ങൾക്കെതിരെ സംസാരിച്ചൊന്നും ആരും പറയരുത്. ഞാൻ പറയാം, ക്രിസ്തുവിലായിട്ട് 30 വർഷമായില്ലേ, 20 വർഷമായില്ലേ? ജനിച്ചപ്പോൾ ഇതിന്റെ അകത്താന്നല്ലേ പറയുന്നേ? സ്വത്രം. പ്രവാചകന്റെ വിഷയം ഉന്മൂലനാശം പറഞ്ഞാൽ അത് വരുന്നത് കാണാൻ അവൻ കൊതിക്കും. അത് വന്നിട്ട് നിന്റെ അകത്ത് നമുക്ക് കണ്ണു പറിക്കത്തുള്ളൂ. അതല്ലേ ആവണക്കിന് ചോട്ടി കിടന്നല്ലേ? അപ്പുറം ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സ്പഷ്ടമായിട്ട് പറയാം കേട്ടോ. ഹല്ലേലൂയ. എന്റെ പൊന്നച്ഛ, എന്റെ പൊന്നാൻറ്റി, ഇന്ന് രാത്രി നിനക്കൊരു മാനസാന്തരം ഉണ്ടാകണം. നീ മേളോട്ടെടുക്കുന്ന ശ്വാസം കീഴോട്ടെടുക്കാൻ നിന്റെ സമ്പത്ത് ഉപകരിക്കത്തില്ല. റമന ഹദൽ കമനിയ റിഗതൽ ഖനാദി അന്ധര. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്വത്രം. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ അച്ഛാ. മുണ്ടക്കയത്ത് എനിക്ക് അവൈലബിൾ ആകാത്ത നിങ്ങളെ കേരളത്തിലെ അനേക ദൈവദാസന്മാർക്ക് ഒരു US കോൾ കണ്ടാൽ അവരെടുക്കും. എന്നാന്നറിയോ? ജേക്കബ് എന്നാ കൊടുക്കും അവർക്കറിയാം, US എന്നാ കൊടുക്കും അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അവർ നിങ്ങളുടെ അനുഗ്രഹത്തിനാണോ അവന്റെ അനുഗ്രഹത്തിനാണോ നിങ്ങളുടെ കോൾ എടുക്കുന്നത്? പിടികിട്ടിയില്ല. നീ പിടികിട്ടിയില്ല. ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹത്തിനല്ല, അവന്റെ അനുഗ്രഹത്തിനാണ്.
ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ പ്രശസ്തനായ ഒരു ദൈവദാസൻ, പണ്ടൊക്കെ ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമൊക്കെ ഉള്ള ഒരാളാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, പാസ്റ്ററെ, അയ്യോ ഞാൻ ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തി, വീട്ടിലോട്ട് ചർച്ചിലോട്ട് വിളിച്ചാൽ ഞാൻ വന്നേക്കാം. ഓക്കെ. പിറ്റേ ദിവസം ഞാൻ ഒരു ക്രിസ്ത്യൻ ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലുണ്ട്. ഇദ്ദേഹം ഒരു പ്രസംഗിക്കുന്ന ഒരു ഫോട്ടോ, അമേരിക്ക രാവിലെ 5:30 കയറണം, 5 മണിയാകുമ്പോൾ പ്രസംഗിക്കും. ഞാൻ അവിടെ 3-4 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. കൃപയാൽ എനിക്ക് ഒരു രൂപ സ്വത്രാജ് കിട്ടിയില്ല, കിട്ടാത്ത യാതൊരു സങ്കടവും ഇല്ല. ആ മീറ്റിംഗ് പ്രസംഗിച്ച് സ്വത്രാജ് കിട്ടാത്ത ഈ ഒരു സങ്കടവും എനിക്കില്ല. പക്ഷെ ഈ മാന്യദേഹം രാവിലെ നോക്കിയപ്പോൾ കറങ്ങുന്ന കസാര കോട്ട് സൂട്ടൊക്കെ ഇട്ട്, അമേരിക്കക്കാരല്ലേ, ഇരുന്ന് പ്രസംഗിക്കുന്നു. ഞാനൊരു മെസ്സേജ് ഇട്ട് എത്ര കിട്ടിയെന്ന് ചോദിച്ചു. അത് നമുക്ക് അവൈലബിൾ അല്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, തിരിച്ചറിയണം. ചിലതിനെ തിരിച്ചറിയണം. നിന്റെ ഇടയൻ ഒരുപക്ഷെ നിന്നെ വഴക്ക് പറയാം, നിന്നെ ശാസിക്കാം. പക്ഷെ അവര് നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് പോലെ ഇടിവിൽ നിൽക്കാൻ മറ്റൊരാളെ കിട്ടുകയില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. സ്വത്രം. ഇതൊരു സഭാപാസ്റ്റർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം. ഇന്ന് ചിലര് നിയോഗമാന്ന് പറഞ്ഞ് മീറ്റിംഗ് തുടങ്ങും. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, കൂടുതൽ ഇപ്പൊ കേരളത്തിൽ സഹോദരിമാർ ഓൺലൈൻ മീറ്റിംഗ് നടത്തും. എന്നെ ഒറ്റ ഒരാൾ പ്രസംഗിക്കാൻ വിളിക്കുകയല്ല, പേടിയാ. ഒറ്റ സഹോദരിമാർ എന്നെ വിളിക്കത്തില്ല. ഒന്നില്ല പാട്ടും പട്ടോ അന്ന് ഞാൻ മടക്കിക്കും. ഹല്ലേലൂയ, സ്വത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയാം, തിരിച്ചറിയണം. നിയോഗമാണെന്ന് തുടങ്ങിയിട്ട് അവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 7 ദിവസം ഉപവാസപ്രാർത്ഥന ദൈവദാസന്മാരെ വിളിച്ചിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുക, ഇവർക്കെല്ലാം സ്വത്രാഴ്ച കൊടുക്കണം, എന്റെ ഗൂഗിൾ പേ പൈസ അയച്ചു തരണം. ഇവർക്ക് നിയോഗം തുടങ്ങിയെന്ന് വേണമെങ്കിൽ എന്നാ ചെയ്യാന്, ഗ്രേസ് സിസ്റ്റർ എന്നാ ചെയ്യാന്? നിങ്ങൾ ലിങ്കിട്ട് തന്ന് നിങ്ങൾ കയറി, നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? സാധനം പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ കാലം സൂക്ഷിക്കുക. ആകാത്ത നിലത്ത് കൊണ്ട് വിതച്ചാൽ അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ കെട്ട്. അങ്ങനെ കൊറോണ സമയത്ത് കെട്ട് വീണ അനേകരുടെ കെട്ട് ഈ കാലത്ത് അഴിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. സ്വത്രം. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? അമ്മാമ്മ പോയി പാസ്റ്ററോട് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നാ പറഞ്ഞു? സ്വത്രാജ്യ ദശാംശം വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, നീ പോയി വിൽക്കണം, ഉപജീവിക്കണം. നീ പോയി വിൽക്കണം, അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആമേ ഹല്ലേലൂയ, ആമേ ഗ്രേസി സിസ്റ്റർ, ഒരു ദൈവപ്രവൃത്തി നടന്നപ്പോ കടം വീട്ടാനും ഉപജീവിക്കാനും ഉള്ളൊരു വഴി സ്വർഗം തുറന്നു. അപ്പൊ നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ? ഒരു നീണ്ട കാലഘട്ടത്തിന്റെ അധ്വാനത്തിൽ നേടേണ്ടത് ചില മണിക്കൂറുകൾക്കകത്ത് പ്രോസസ് ആകുക. ചില മണിക്കൂറുകൾക്കകത്ത് പ്രോസസ് ആകുക. ഹല്ലേലൂയ. അതാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ. അതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബല ഹദുരി ഘടക മഞ്ചൽ കമന. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ തെണ്ടാൻ വിടുന്ന ദൈവമല്ല, ഇറക്കാൻ വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാക്കയെ പാസ്റ്ററെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ആ കാക്ക ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏലിയാവിന്റെ കാക്കയെ പ്രസംഗിക്കുകയും ചെയ്യും. എന്നിട്ട് വേണുങ്ങൾ മെസ്സേജ് ഇടും, ഞാൻ ചർച്ച് പണിയാ, AC-ക്ക് വേണ്ടി സഹായിക്കണേ, ഒരു 50 കസാര സ്പോൺസർ ചെയ്യണേ. അങ്ങനെ കൊടുത്ത വിദ്വാന്മാരൊക്കെ ഇതിന്റെ അകത്ത് ഇരിപ്പോണ്ട് ഓർത്തോ, ഇന്ന് നിർത്തിക്കോണം പരിപാടി. നിങ്ങൾ ദാനം പിടി, വേണുങ്ങൾ ദാനം പിടി കിട്ടിയോ? ഇന്ന് ഞാൻ ഇവിടെ ഏലിയാവിന്റെ കാക്കയെ പ്രസംഗിച്ചിട്ട് വേണുങ്ങൾ എന്നെ വിളിച്ച്, ഇപ്പൊ വേണുങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളാന്ന് കൂട്ടിക്കൂ, നീ പാസ് ചെയ്ത് നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കുക. നീ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ആഴമായ ബന്ധമായി കഴിയുമ്പോൾ ഞാൻ വേണുങ്ങളോട് പറയാം, മുണ്ടക്കത്ത് ഞാൻ ചർച്ച് പണിയാണ്, ഭയങ്കര ചൂടാ, അങ്കിൾ എനിക്കൊരു AC-ക്കുള്ള സ്പോൺസർ ചെയ്യണം. അങ്കിൾ AC-ക്ക് പിന്നെ ഇത്രയും നാള് പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേന്ന് ഓർത്ത് പാവം ഒരു AC-ക്ക് ഒരു തരും. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പം ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ വീണ്ടും പറയാം, കസാരയെല്ലാം മുഷിഞ്ഞു, അല്ലെ പുള്ളിയെ ഞാൻ ഇവിടെ വരുത്തും. ചില അങ്ങനെയാ വരുത്തിയിട്ട് അവസ്ഥ കാണിച്ചിട്ട് പറയും കസാര മുഴുവൻ പോയി, ഒരു 50 കസാര വാങ്ങിച്ചാണ്. ഇത് ഇങ്ങനെയാ ഇന്ന് ഇവിടുത്തെ സഭ. ഇന്ന് ഞാൻ പറയാം,
ദൈവത്തിന് എന്റെ പൊന്നച്ച നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. നീ തെണ്ടണ്ട, ദൈവം നിനക്കുള്ള പ്രൊവിഷൻ ഒരുക്കി തരും. ചില വീടുകളോടുള്ള ബന്ധത്തിൽ പറയാം, നിന്റെ തലമുറയെ അന്യ രാജ്യത്ത് കൊണ്ടുപോകുന്നോ ഒരു വലിയൊരു പദവി തരുമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി, അതിനുവേണ്ടി ഒരുങ്ങിയാൽ മതി, അതിനുവേണ്ടി കോട്ട് തയ്ച്ചാൽ മതി. നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന്. സ്വത്രം. ഞാൻ എന്റെ മെസ്സേജ് തീർക്കട്ടെ. ഇവിടെ നോക്കിയേ, അമ്മാമ്മ വീട്ടിൽ അവിടെ നിന്ന് ഓടി വന്നു കേട്ടോ. അമ്മാമ്മയ്ക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അമ്മാമ്മയ്ക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? അമ്മാമ്മയ്ക്ക് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇന്ന് രാത്രി പറയാം, നീ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില മേഖലകളിൽ ദൈവം നിന്നെ എക്സ്പീരിയൻസ് ചെയ്യിക്കും. വിശ്വസ്തയോടെ നിൽക്കാവോ? നീ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചിലത് സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഇത് വചനത്തിന്റെ ദൂതാണ്. ഇത് പ്രാപിക്കാൻ പറ്റുന്ന പ്രാപിച്ചോ. അടുത്തൊരു ദൂതും കൂടെ പറയാം. ഇപ്പം കച്ചവടം ചെയ്യണ കച്ചവടത്തിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ വീടിന് പുറത്ത് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട്. ആരാന്നറിയോ? പിടിച്ചുകൊണ്ട് പോകാൻ വന്ന അല്ല, ആരാ? ജപ്തി ചെയ്യാൻ വന്ന, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഏമാമാർ. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഏമാമാര്. ഏമാമാര് വാർക്ക നിൽക്കുക. ഈ അമ്മ ചിരിച്ചോണ്ട് പോയി ചോദിച്ചു, ഞങ്ങൾക്ക് ഇത്ര ജില്ലയെ കൊടുക്കാനുള്ള അല്ലെ ഇത്ര സ്റ്റേറ്റിൽ കൊടുക്കാനുള്ള എണ്ണയുണ്ട്, നിങ്ങളൊന്ന് ഡീലർഷിപ്പ് ചെയ്യാവോ, ഒരു എഗ്രിമെന്റ് ചെയ്യാവോ? ഒന്ന് മനസ്സിലായവർക്കായി സ്വത്രം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നടക്കാത്ത ചില എഗ്രിമെന്റുകൾ ചില വീടിന്റെ അകത്ത് നടക്കാൻ പോവാ. നടക്കാത്ത ചില എഗ്രിമെന്റുകൾ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഷഗൽ അറുഖോനി അന്തര ചില എഗ്രിമെന്റുകൾ നടക്കാൻ പോവാ. എന്നോട് കർത്താവ് അതുകൊണ്ട് അപ്പതോ ഇങ്ങനെ പറയും, ചില എഗ്രിമെന്റുകൾ നടക്കാൻ പോവാ. ഇനി എന്റെ പൊന്നു ദൈവദാസനെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ ഇപ്പോൾ ഈ ദൈവപ്രവർത്തി നടക്കുന്നതിന് മുമ്പ് വരെ നിന്റെ തലമുറയെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവൻ യജമാനനും നീയും നിന്റെ സന്തതി അവന് മുമ്പിൽ ദാസനുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ഇപ്പോൾ അവൻ ദാസനും നീയും നിന്റെ തലമുറയും അവരുടെ നടുവിൽ യജമാനനുമാകുക. നിന്റെ ദേശത്ത് നീ എന്നും ദാസനും ദാസിയായിരിക്കാൻ നീ അനുവദിക്കത്തില്ല. നിന്നെ വാഴാൻ കൊതിച്ചവരെ, നിന്നെ അടക്കി വാഴാൻ ആഗ്രഹിച്ചവരെ, ഹല്ലേലൂയ, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചവനെ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, അവരെ വാഴാനുള്ള ഒരു അതോറിറ്റി, അതിന് തക്കതായ ചില പൊസിഷനുകൾ ദൈവം നിനക്ക് വേണ്ടി തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേര് ദൈവിക ദൂതനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ദേശം ഉറ്റുനോക്കിയ എന്നാന്നറിയോ? നിന്റെ തലമുറയെ പിടിച്ചുകൊണ്ട് പോകുന്ന കാണാനാ നോക്കിയേ. പക്ഷെ ഇനി കാണാൻ പോകുന്ന എന്നാന്നറിയോ? നിന്റെ തലമുറയുടെ ദാസവേല ആര് ചെയ്യും? തിരിയാൻ പോവാ. ദേശത്തെ ചില കൺസെപ്റ്റുകൾ തിരിയും. ദേശം നിന്നെ കുറിച്ച് ഇമാജിൻ ചെയ്ത് തിരിയും. എന്നിട്ട് ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നിന്റെ മേൽ നടക്കും. എന്റെ പൊന്നാൻറ്റി, നിന്റെ വീടിന്റെ അകത്ത് ദൈവിക സ്വപ്നം നടക്കാൻ പോവാ. എന്റെ പൊന്നച്ഛ, നിന്റെ വീടിനകത്ത് ദൈവിക സ്വപ്നം നടക്കാൻ പോവാ. എന്റെ പൊന്ന് കർത്താവിനെ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളുടെ സ്വപ്നം നടന്നില്ലെങ്കിലും ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നടക്കാൻ പോവാ. ശലാധരജല ഘടക വൈഷമന ഘടകം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയാം, നീ ആരല്ല, ഇനി ദാസനല്ല, അവനെ നിന്റെ മുമ്പിൽ ദാസനാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റമാന ഹതന ജനാതര ശംദൽ കമന. എന്റെ കുടുംബത്തില്, അപ്പന്റെ അമ്മയുടെയും കുടുംബത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒറ്റ വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു കളറും, ഇതിന്റെ പേര് ഒത്തിരി അവഗണന സഹിച്ചവനാണ്. ഒത്തിരി അവഗണന. സ്വത്രം. ഞങ്ങൾ 2 ആമക്കളാ.
ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും. അവൻ 20ഓളം വർഷം ബഹറിലായിരുന്നു. ഇപ്പോൾ 1 വർഷമാണ് നാട്ടിൽ വന്നെല്ലാം സെറ്റിലായിട്ട്. അവനെല്ലാം ആയി, വീടായി, വസ്തുവായി, എല്ലാം ആയി. അവനിപ്പോ നാട്ടിൽ സെറ്റിലായി, വീടെല്ലാം വെച്ച് അവൻ നാട്ടിൽ സെറ്റിലായി. എന്നെ കുറിച്ച് എന്റെ അപ്പനും അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയില്ല. ഒന്ന് സ്വത്രം പറയാം. നാട്ടുകാർക്ക് ഒരു പ്രതീക്ഷയില്ല, കുടുംബക്കാർക്ക് ഒരു പ്രതീക്ഷയില്ല. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞു ഇനി അവന്റെ ഭാവി എന്നാണ്. സ്വത്രം. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, ഞാൻ പിന്നെ വിശ്വാസത്തിലൊക്കെ വന്ന് വിവാഹമൊക്കെ കഴിച്ചു. എന്റെ പപ്പ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നു. എന്റെ പപ്പ എനിക്കൊരു മിനിസ്ട്രിയിൽ എന്നെ ഒരു പാസ്റ്ററാക്കി. എന്റെ പപ്പ എന്ന് പറയാനുള്ള കാരണമുണ്ട് കേട്ടോ. എന്നിട്ട് വീടിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോ എന്റെ പപ്പ പറയും, നിനക്ക് എന്നാടാ പറയാനുള്ളത്? ഞാൻ വാങ്ങിച്ചു തന്ന ജോലി, ഞാൻ വാങ്ങിച്ചു തന്ന മിനിസ്ട്രി. സത്യമല്ലേ? ഇന്ന് ഞാൻ ആരുടെ ഗൗറപ്പിലാണ് കഴിയുന്നേ? എന്റെ അപ്പന്റെ ഗൗറപ്പിൽ. എന്നെ പലപ്പോഴും അത് അസഹ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ പലപ്പോഴും അത് വ്യസനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് നിന്റെ വേല ചെയ്യണം. എന്റെ അപ്പൻ എനിക്ക് തന്ന വേല എനിക്ക് ചെയ്യണ്ട. എന്റെ അപ്പൻ എനിക്ക് തന്ന ജോലി എനിക്ക് ചെയ്യണ്ട. ഇനി ഈ ആത്മീക മേഖലകളിൽ ഞാൻ ആർക്കും ദാസനല്ല. ആത്മീക മേഖലയിൽ ഞാൻ ആർക്കും ദാസിയല്ല. പ്രീസലോ. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു സുപ്രഭാതം എന്റെ ജോലിയും വിട്ടു, ഞാൻ നിന്ന മിനിസ്ട്രിയും വിട്ടു. രണ്ടും കളഞ്ഞു. എല്ലാവരും എന്നെ കളിയാക്കി, എല്ലാവരും എന്നെ വ്യസനിപ്പിച്ചു. 6 വർഷമായുള്ളൂ ഞാൻ ജോലി റിസൈൻ ചെയ്തത്. ഞാൻ ഈ 20 വർഷം ബഹറിൽ കഷ്ടപ്പെട്ടു. ഞാൻ 6 വർഷമായുള്ളൂ. അവൻ വാങ്ങിച്ചത്ര സ്ഥലം ഞാൻ വാങ്ങിച്ചു. അവൻ പണിതതിലും അതിലും വലിയൊരു വീട്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? എന്റെ വീടിന്റെ പണി തീർന്നില്ല. ഇത് പൂർത്തീകരിക്കുമ്പോ ഹല്ലേലൂയ, എന്റെ അപ്പനും അമ്മയും പ്രതീക്ഷ പുലർത്തിയത് അവനെയാണ്. പക്ഷെ ഇന്ന് രാത്രി പറയാം, ചിലരുടെ ചിന്താഗതികളെ ദൈവം പൊളിക്കും. നിങ്ങൾക്കറിയാവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ആരോട് ഒന്നും ചോദിക്കേണ്ട, ദൈവം ചെയ്യും. എനിക്കറിയാം. എന്നെ 6 വർഷം എന്റെ ദൈവം എന്നെ അത്ഭുതത്തിലാണ് നടത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു മിറക്കൽ, 2 ആഴ്ചയായിട്ട് ഈ ഒരു 6 വർഷം ഞാൻ മിറക്കിൾ മണി കണ്ട് ജീവിക്കുന്നതാണ്. 2 ആഴ്ചയായിട്ട് എന്റെ അക്കൗണ്ടിന്റെ അകത്ത് ഒന്നും കയറുന്നില്ല. എന്റെ അക്കൗണ്ട് ശൂന്യമായിക്കൊണ്ടിരിക്കുക. എന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ എന്റെ വരുമാനം ഇന്നും അറിയത്തില്ല, അന്നും അറിയത്തില്ല. അവരാവശ്യം പറയും, നടത്തി കൊടുക്കും. ഇങ്ങനെ നിന്നപ്പോ എന്നോട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചോദിച്ചും പറഞ്ഞു, എടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പറയുന്നത് പോലെ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എന്റെ ബാലൻസ് കാണിച്ചു. എന്നാൽ ഞാൻ കണ്ണാടിയുടെ നേരെ വന്ന് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ നോക്കി ഇറങ്ങി. ഞാൻ സമയത്ത് തന്നെ നിർത്തിക്കോളാം. ഞാൻ നിന്നെ നോക്കി ഇറങ്ങി. എന്നിട്ട് അടുത്തൊരു പദം, കർത്താവേ, ഞാൻ ഇന്നലെ ആക്രി കച്ചവടം ചെയ്തിട്ടുണ്ട്, പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ നിന്റെ നാമം ധരിച്ചിരിക്കുന്നു. ഒറ്റ പ്രാർത്ഥന, കണ്ണാടി മുഖത്തൊന്ന് ഞാൻ വിരള ചൂണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. 3.5 ദിവസമാണ് കേട്ടോ. 3.5 ദിവസം കഴിഞ്ഞു. ഇന്ന് ഞാൻ പറയാം, ഈ ആഴ്ച എന്റെ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടുന്നതല്ല, എന്റെ വീടിന് വേണ്ടുന്നതല്ല. എന്റെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. ആരോടും ചോദിച്ചിട്ടല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ശലഹദുനി കട. നീ തകരത്തില്ല. ആരോട് ദൈവം പറയാം, നീ തകരത്തില്ല. നിന്റെ തലമുറ തകരത്തില്ല. നിന്റെ കുടുംബജീവിതം തകരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? ശലഹദുനിയ ജഗലഘടക. ഈ ജാൻസി, ഞാൻ ഈ സഹോദരി ആദ്യമേ കണ്ടു, പിന്നെ കണ്ടില്ലാത്തതുകൊണ്ട്. ഈ ജിൻസി ഷൈമോൻ, എന്നോട് കർത്താവ് നിങ്ങളെ പ്രാരംഭത്തിൽ വീഡിയോ ഓൺ ചെയ്തപ്പോ എന്നോട് കർത്താവ് പറഞ്ഞൊരു പദവും കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. സഹോദരി, നിങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. നീ 2 ഞെരുങ്ങുന്ന ചില അനുഭവങ്ങൾ കർത്താവിനെ കാണിച്ചു.
നീ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവളാ. നീ ദൈവശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുന്നവളാ. ഒരു വചന വെളിപ്പാട് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നിനക്ക് മനസ്സിലാവും. മോശയോട് പറഞ്ഞു നീ ഒന്ന് തിരിയണം. 14-ാം അധ്യായം പുറപ്പാട് 14 1, 2, 3 വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. നീ ഒന്ന് തിരിയണം. മോശ തിരിഞ്ഞപ്പോ വീണ് കർത്താവ് പോയി ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ട് പറയുക, അവരുടെ അകത്ത്, ഫറവോന്റെ അകത്ത് ചിന്ത കൊണ്ടിടുക. ആരാ? ദൈവം. അവർ ഉഴന്ന് നടക്കുക, കുടുങ്ങിയിരിക്കുക എന്നൊരു ചിന്ത ആർക്ക് കൊണ്ടിടുക? ഫറവോന് കൊണ്ടിട്ടിട്ട് ഫറവോൻ ആരുടെ പിന്നാലെ വരിക? തന്റെ ജനത്തിന് പിന്നാലെ വരിക. നിന്നെ തിരിച്ചത് ആരാ? ദൈവം. നിന്നോട് ദൂത് പറഞ്ഞത് ആരാ? ദൈവം. ഇന്ന് ഫറവോനെ സൈന്യത്തെ നിന്റെ പുറകിൽ വിടുന്നത് ആരാ? ദൈവം. ഇതാ നിന്റെ വിഷയം. കർത്താവേ, ഞാൻ നിന്റെ ഗീതമല്ല ചെയ്തേ, പിന്നെ എന്തിനാ എനിക്ക് ഈ വേദന? നിന്റെ ഗീതമല്ലേ ചെയ്തേ, പിന്നെന്തിനാ ഈ പ്രതിസന്ധി എന്ന് നീ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു ഉത്തരമുണ്ട്. നിന്നെ അങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പേ, ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കും മുമ്പേ, അവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു പോംവഴി നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്റെ കർത്താവ് അത് തുറന്നിട്ടിട്ടാണ് നിന്നെ അവിടെ കയറ്റി. ഇന്ന് രാത്രി എന്നോട് കർത്താവ് പറയുന്നു, നീ അറിയാത്തൊരു വഴി ആമേൻ നിനക്ക് വേണ്ടി ദൈവം ഈ ദിനം തുറക്കും. ഈ ദിനം തുറക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ ജിൻസി? ദൈവം ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോവാ. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഈ ശാരീരികമായ ഒരു ബലഹീനതയുടെ മേഖലയെ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിച്ചു കളയുക. ശാരീരികമായ ഒരു ബലഹീനത എന്നെ കർത്താവ് ഒരു കയ്യാ കാണിക്കുന്നു. റമഹത്തിയാലാമാർത്തന. ആ മേഖലകൾക്കകത്ത് ഒരു വലിയ ദൈവിക സൗഖ്യത്തെ ഇന്ന് രാത്രി കർത്താവ് തരും. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഇനി ഇരുട്ട് എത്ര പിൻപിൽ ആ മേഖല വെളിപ്പെട്ട് വന്നാലും ഇന്ന് രാത്രി നിന്നോട് കർത്താവ് പറയുന്നത് നിന്നെ തൊടത്തില്ല. അതിനു മുമ്പ് നീ അറിയാത്തൊരു വഴി ദൈവം നിനക്ക് തുറന്നു. നീ മറുകരയെത്തും. നീ മറുകരയെത്തും. നീ മറുകരയെത്തും. കർത്താവേ, ഞാൻ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. നൽകി തന്ന നല്ല അവസരത്തിന്